ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന ഓർമ്മയായി കെ.എം. മാണി നിലനിൽക്കുന്നത് തന്റെ പ്രവർത്തന മേഖലകളിലെല്ലാം കരുണയും അശരണർക്ക് ആലംബവുമായി മാറാൻ കഴിഞ്ഞതിലൂടെയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കെ.എം. മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ നടത്തിയ കാരുണ്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ.എം. മാണിയുടെ ഓരോ ബജറ്റും കൃഷിക്കും അടിസ്ഥാന വികസനത്തിനും വളരെ പ്രാധാന്യം നൽകിയിരുന്നു. കാരുണ്യ ചികിത്സാ പദ്ധതിയും കാരുണ്യ ബെനോവലന്റ് സ്കീമും സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസം പകർന്നു. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ ജന്മദിനം അഗതി മന്ദിരങ്ങളിലും അശരണരോടുമൊപ്പമായിരുന്നു ആഘോഷിച്ചിരുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണശേഷവും ജന്മദിനം കാരുണ്യദിനമായി ആചരിക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് കെ.എം. മാണി. കെ.എം. മാണി സാർ എന്ന ആശയവും ആഗ്രഹവുമാണ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ നയിക്കാൻ യോഗ്യനായ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കേരള കോൺഗ്രസിൻ്റെ നിലപാടുകളും കേരള കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും മലയോര മേഖലയോടും കർഷകരോടും എന്നും പ്രതിബദ്ധത പുലർത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുവാനും ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും പരമാവധി കഴിയുന്നത്ര ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ മാണി സാറിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ ശ്രദ്ധിക്കും. സ്നേഹമന്ദിരത്തിലെ അന്തേവാസികൾക്ക് മന്ത്രി ഭക്ഷണം വിളമ്പി നൽകി. പാർട്ടി ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല, പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ വി.സി. രാജു, നേതാക്കളായ ജോസ് കുഴികണ്ടം, ടി.പി. മൽക്ക, ഷിജോ തടത്തിൽ, ജെയിംസ് മ്ലാക്കുഴി, ബേബി കാഞ്ഞിരത്താംകുന്നേൽ, ജോർജ് അമ്പഴം, ജോമോൻ പൊടിപാറ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.